പ്രതിഭകളെയും പ്രതികരിക്കുന്നവരെയും കോൺഗ്രസിന് പണ്ടേ അത്ര താല്പര്യമില്ല. ശശി തരൂർ കണ്ണിലെ കരടാകുന്നതിൽ അതിശയിക്കാനുമില്ല. രാഷ്ട്രപ്രധാനമായ ഒരു കാര്യത്തിലും രാഷ്ട്രീയം കലർത്തുകയാണ് കോൺഗ്രസ്. സർക്കാർ നിയോഗിക്കുന്ന സർവകക്ഷി സംഘ തലപ്പത്ത് തരൂർ വന്നാൽ എന്താണ്? തരൂരിനെ തുടരെ മാറ്റി നിർത്തുന്നത് എന്തിനാണ്? കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും BJP ഉന്നം വയ്ക്കുന്നതും ഒന്നോ? കോൺഗ്രസ് വെട്ടും, കേന്ദ്രം തിരുത്തും. സ്വാഗതം ജന ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് K. രാംകുമാർ, നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസ് സഹയാത്രികൻ B. റജി എന്നിവർ ഒപ്പം ചേരും. ആദ്യം അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനിലേക്ക്. ശ്രീ B. ഗോപാലകൃഷ്ണൻ, നേരിട്ടാണ് ചോദ്യം. എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് തരൂർ ഇങ്ങനെ അനഭിമതനാകുന്നു? നേരിട്ടുള്ള ഉത്തരം, തരൂര് കോൺഗ്രസിൻ്റെ ഇന്ദിരാഭവനിൽ ചായ കൊടുക്കുന്ന അല്ലെങ്കിൽ ചായ എടുത്തു കൊടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെയും പാദസേവ ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല. പരമ്പരാഗത ശൈലിയിൽ കതറിട്ട് വെള്ളത്തൊപ്പി വെച്ച് ഗാന്ധിജിയുടെ പേര് അടിച്ചു മാറ്റിയ പാരമ്പര്യത്തിന് സാക്ഷിപത്രം ഒപ്പിട്ട് കൊടുത്ത ഒരു കോൺഗ്രസ്സുകാരനുമല്ല. നെഹ്റു കുടുംബത്തിന് ശശി തരൂരിനോട് അസൂയയാണ്. നെഹ്റു കുടുംബത്തിൻ്റെ അസൂയ ശശി തരൂരിനോട് പല പ്രാവശ്യം പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ ശശി തരൂർ നെഹ്റു കുടുംബത്തിൻ്റെ അടിമവേല ചെയ്യുന്ന കോൺഗ്രസ്സുകാരനല്ല എന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം പല വേദിയിൽ പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് കോൺഗ്രസ്സുകാർ ഒരിക്കലും പറയില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചാൽ ഹമാസ് ഭീകര സംഘടന എന്ന് പറയാൻ പറ്റുമോ? ഹമാസ് ഭീകര സംഘടനയാണെന്ന് പറഞ്ഞാൽ പിന്നെ കാസർഗോഡേക്ക് ചെല്ലണ്ട. കാസർഗോഡ് MP ആയപ്പോൾ നെറ്റിയിലെ പൊട്ട് മായ്ച്ച ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ലെങ്കിൽ ഹൈബി ഈഡനോടോ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനോടോ അല്ലെങ്കിൽ K. മുരളീധരനോടോ ഹമാസ് ഭീകരവാദിയാണോ എന്ന് ചോദിച്ചാൽ എന്തുത്തരവാ തരിക? ഇസ്രയേലിനെ അനുകൂലിച്ച ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു MP ആണ് ശശി തരൂർ. ശശി തരൂർ ഇതിനു മുമ്പ് പല പ്രാവശ്യം പല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിനെതിരെയും അദ്ദേഹം കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വിമത MP-മാരുടെ ഗുലാം നബി ആസാദ് അടക്കമുള്ള കപിൽ സിബൽ അടക്കമുള്ള വിമത MP-മാർ കത്തയച്ചപ്പോൾ ആ കത്തയച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും ആ കത്തയച്ചതിലും ശശി തരൂരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഇന്ന് സംസാരിച്ച, ഞാൻ മറ്റ് രാഷ്ട്രീയമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. രാഷ്ട്രീയത്തിനപ്പുറമാണ് രാഷ്ട്രം. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം പറയോ? നെഹ്റു കുടുംബം ഉണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ എന്നാണ് പറയുക. നെഹ്റു കുടുംബം ഉണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ എന്ന് പറയുന്നവരാണ് കോൺഗ്രസ്സിലെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യവും നെഹ്റു കുടുംബത്തിന് പാദസേവ ചെയ്യുന്നവരും. ആ പാദസേവ ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തനാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ ഭാഷ വളരെ കൃത്യമാണ്. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നാഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് പോലെ തന്നെ രാജ്യമാണ് ആദ്യം എന്ന ഒരു ചിന്ത ശശി തരൂർ മുന്നോട്ട് വെച്ചു. ശശി തരൂർ ആ മുന്നോട്ട് വെച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഒരു പരിധിവരെ, ഒരു സെർട്ടൺ പരിധിവരെ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോരാട്ടങ്ങളോടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും എല്ലാം ചിന്തിക്കുന്നത് പോലെയായിരുന്നു, ശ്ലാഘിക്കുന്നത് പോലെയായിരുന്നു. അഥവാ ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളോടൊപ്പം അത് ശരിയെന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ശശി തരൂർ. എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യം. എത്ര വിമാനം
പാകിസ്ഥാനിൽ തകർത്തു എന്ന് ചോദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു? ചിദംബരം കട്ടവ ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് എന്തിനാണ് രാഹുൽ ഗാന്ധി വല്ലാതെ ഇങ്ങനെ വിഷമിക്കുന്നത്? പുതിയൊരു ചോദ്യവുമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പാകിസ്ഥാനെ അത് അറിയിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചോദ്യം. ഞാൻ വേണമെങ്കിൽ അതിന് ഉത്തരം വാസ്തവത്തിൽ ഞാനത് പറയാം. അതിന് ഉത്തരം വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പാകിസ്ഥാനെ അറിയിച്ചു എന്നുള്ളതിന് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ശ്രീലങ്കയിലേക്ക് അവർ ഭക്ഷണപ്പൊതിയുമായിട്ട് എയർഫോഴ്സിനെ അയച്ചിരുന്നു. അന്ന് അയക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രിയുമായിട്ട് ഇന്ത്യ സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഭക്ഷണപ്പൊതി അയക്കുന്നുണ്ട്, ഞങ്ങൾ അയക്കുന്ന ഭക്ഷണപ്പൊതി വിതരണം ചെയ്ത് ഞങ്ങളുടെ എയർഫോഴ്സ് തിരിച്ചു വരും, ഞങ്ങളുടെ വിമാനങ്ങൾ തിരിച്ചു വരും, ആ വിമാനത്തെ തൊട്ടാൽ പിന്നെ ഇറ്റ് വിൽ ബി മെറ്റ് വാർ എന്ന രീതിയിൽ അത് കൺസിഡർ ചെയ്യും എന്ന ഒരു താക്കീതോടു കൂടിയിട്ടാണ് അത് അന്ന് അങ്ങനെ ചെയ്തത്. ഇതൊക്കെ സ്വാഭാവികം. ഇതൊന്നും അറിയാതെ പാകിസ്ഥാൻ്റെ എത്ര സൈനിക കേന്ദ്രങ്ങളെ തകർത്തു എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചോ? ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധി എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ തകർത്തു, എത്ര സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, എത്ര ഡ്രോണുകൾ തകർത്തു ചോദിച്ചിട്ടുണ്ടോ? അതിന് പകരം നേരെ തിരിച്ചല്ലേ ചോദിക്കുന്നത്. ചെയ്തത് തെറ്റിപ്പോയി, യുദ്ധം നിർത്തിയത് മോശമായിപ്പോയി, യുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധം വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ യുദ്ധം നിർത്തുമ്പോൾ യുദ്ധം നിർത്തി എന്ന് പറയാം. യുദ്ധമേ ആയിട്ടില്ല, അഥവാ യുദ്ധം ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ യുദ്ധം നിർത്തിയിട്ടില്ല. നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വളരെ കൃത്യമായ കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയും കൂട്ടരും കേന്ദ്ര സർക്കാരിനെ പഴിക്കുമ്പോൾ വേറൊരു ഭാഗത്ത്, അതായത് ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിൻ്റെ പേരിൽ കാശ്മീരിലെ ജനങ്ങളാണ് ഇത് ചെയ്തത്. കാശ്മീരിലെ ജനങ്ങൾ 370 എടുത്തു മാറ്റിയതിൻ്റെ വൈരാഗ്യം, വിദ്വേഷം, വിഷമം, പ്രയാസം പ്രകടിപ്പിച്ചതാണ് പഹൽഗാം എന്ന് പറഞ്ഞതാരാ? ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവല്ലേ, റോബർട്ട് വധേര. ആ റോബർട്ട് വധേരയ്ക്കെതിരെ ഇതല്ല നിങ്ങൾ പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിത് പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായോ? കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കർണാടകയിലെ സീതാരാമയ്യ എന്താ പറഞ്ഞത്? എന്ത് സമീപനം സ്വീകരിച്ചത്? കേരളത്തിലെ INC എന്ത് സമീപനം സ്വീകരിച്ചത്? അപ്പം തുടക്കത്തിലെടുത്തിട്ടുള്ള ഇവരുടെ സമീപനത്തിനെതിരായിട്ട് ഇന്ത്യ എന്ന വികാരവും വിചാരവും ഇല്ലാത്ത, ഇന്ത്യയുടെ ഗർഭപാത്രത്തിൽ പറക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ എന്ന വികാരവും വിചാരവും ഇല്ലാത്ത. ഞാൻ അങ്ങനെയൊക്കെ വരാം. അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ പറഞ്ഞതായി രാഷ്ട്രവും രാഷ്ട്രീയവും നമുക്ക് അതിലേക്ക് ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ കാര്യമായി വരേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് കെ രാംകുമാർ, പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ പോലും തരൂരിനെ പാർട്ടി അവഗണിക്കുന്നത് എന്തിനാണ്? ആ 4 പേരുടെ പട്ടികയിൽ തരൂർ ഉണ്ടായിരുന്നില്ലല്ലോ. വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പതനത്തിൽ ഏറെ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ അല്പം പോലും വിദ്വേഷത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. കാരണം ആ പാർട്ടി ചെന്നെത്തിയിരിക്കുന്ന നിലവാരം കാണുമ്പോൾ വാസ്തവത്തിൽ ദുഃഖം തോന്നും. കഴിവുള്ള ആരെയും അംഗീകരിക്കുന്ന പാരമ്പര്യം ആ പാർട്ടിക്കില്ല. ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു വന്ന ICS പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലിറങ്ങിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ സ്ഥാനഭ്രഷ്ടാക്കിയ പാർട്ടിയാണത്. അതിനുശേഷം ഇന്ന് വരെ ജനാധിപത്യ രീതിയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം വന്നിട്ടില്ല. ഇത് ശശി തരൂരിന് മാത്രമുള്ളതല്ല. ഷീലാ ദീക്ഷിത് താരതമ്യേന മെച്ചപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹിയുടെ മുഖച്ഛായ മാറ്റാൻ അവർ കാര്യമായി പരിശ്രമിച്ചു. അവർ സോണിയാഗാന്ധിക്ക് ഭീഷണിയാണ് എന്ന ഏഷണി അവരുടെ ചെവിയിലെത്തിയപ്പോൾ പാർട്ടിക്കാർ തന്നെ അവരെ
ന്യൂഡൽഹി മണ്ഡലത്തിൽ തോൽപ്പിച്ചു. ഈ പാരമ്പര്യം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടി അത് എത്രമാത്രം നാശഗർത്തത്തിലേക്ക് താണു എന്നത് അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പല കാര്യങ്ങളും പറഞ്ഞു. ഇന്ന് സൺഡേ ഗാർഡിയൻ എന്ന ന്യൂസ് പേപ്പറിൽ താരതമ്യേന വിശ്വസനീയമായൊരു ന്യൂസ് പേപ്പറാണ്. അതിലൊരു സുപ്രധാന വാർത്ത വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരപ്രവൃത്തി നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തെ ആക്രമിക്കാൻ പോകുന്നു. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ചൈനയുമായി യോജിച്ച് അവർ കാശ്മീരിൽ വീണ്ടും കലാപമുണ്ടാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തീരുമാനമെടുത്തത്? ക്ഷമിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ യുദ്ധം പാകിസ്ഥാനോടല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ യുദ്ധം മതഭീകരതയോടാണ്. പഹൽഗാമിൽ 26 നിരപരാധികളെ നിരായുധർ വെടിവെച്ചപ്പെട്ടത് മതഭീകരതയുടെ അതിക്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അവരോട് ഒരു സഹതാപം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നു വരെ കാണിച്ചില്ലല്ലോ. മറിച്ച് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ സംശയങ്ങൾ ഉണർത്തിയാണ്. ട്രംപ് പറഞ്ഞു ഞാനല്ല നിർബന്ധിച്ചത്, പക്ഷേ ഇവർ പറഞ്ഞു ട്രംപിൻ്റെ പങ്ക് എന്താണെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കണം. ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ബാലിശമായ തടസ്സങ്ങൾ ഈ രാഷ്ട്രീയ കക്ഷി ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട ഇല്ലേ എന്ന് സംശയിക്കേണ്ടത്. അജണ്ട വളരെ വ്യക്തമാണ്. കാരണം കോൺഗ്രസ് കക്ഷിയുടെ തീരുമാനമെടുക്കുന്നത് ആ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻറ്റിനെ മറികടന്നുകൊണ്ട് നെഹ്റു കുടുംബത്തിലൊരു അംഗം 4 പേരെ ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ട് നിർദ്ദേശിച്ചു. ആരാണ് 4 പേര്? 2 പേര് അറിയപ്പെടുന്ന പാകിസ്ഥാൻ അനുകൂലികൾ, മറ്റൊരാൾ ഖാലിസ്ഥാൻ അനുകൂലി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച പഴയ മന്ത്രി വരെ ചോദ്യാർഹമായ പല പ്രവൃത്തികളിലും ഏർപ്പെട്ട ആളാണ്. അപ്പം ഈ ലിസ്റ്റ് കൊടുത്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ജനങ്ങളുടെ ഇടയിലുള്ള ധാരണകളും അറിയാത്ത ആളല്ലല്ലോ നെഹ്റു കുടുംബത്തിലെ അംഗം. എന്നിട്ടും എന്തുകൊണ്ട് ശശി തരൂരിനെ പോലൊരു പ്രഗത്ഭനെ, മനീഷ് തിവാരിയെ പോലൊരു പ്രഗത്ഭനെ, ഖുർഷീദിനെ പോലെ ഒരു പ്രമുഖനായ ബാരിസ്റ്ററെ ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് 2 പാകിസ്ഥാൻ അനുകൂലികളെ തന്നെ ലിസ്റ്റിൽ എന്തുകൊണ്ട് കുത്തിച്ചേർത്തു? ഇത് രാജ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കോൺഗ്രസ്സുകാരോട്. പക്ഷെ മറിച്ച് കോൺഗ്രസ്സുകാർ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ നെഹ്റു കുടുംബത്തിൻ്റെ കാര്യസ്ഥന്മാർ കേരളത്തിലടക്കമുണ്ട്. അവരിൽ പലരും ചോദിക്കണം, ശശി തരൂർ പാർട്ടി വിട്ടു പോയെങ്കിൽ നന്നായിരുന്നു എന്ന മട്ടിലാണ് സംസാരിക്കുക. അത്രമാത്രം അസൂയയും അസഹിഷ്ണുതയും തരൂരിന് നേരെ പ്രകടിപ്പിക്കുന്നത് അപകർഷബോധത്തിൻ്റെ ലക്ഷണമാണ്. കാരണം കോൺഗ്രസ്സിലെ സമന്വിതരായ നേതാക്കളില്ല. ഏതെങ്കിലും മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ആശയങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ കഴിവുള്ള നേതാക്കന്മാരെ പാർട്ടിയിലില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുത്ത പലർക്കും ഇംഗ്ലീഷ് ഭാഷ സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളതാണ്. മിസ്സിസ് ചതുർവേദി, കനിമൊഴി തുടങ്ങിയ ആളുകൾ വളരെ നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം. അവരെ അയക്കുന്നത് വിദേശത്താണ്. വിദേശത്ത് പോയ ഹിന്ദിയിലോ തമിഴിലോ എല്ലാം സംസാരിക്കുക, ഇംഗ്ലീഷിലാണ്. ആ ഭാഷ ഭംഗിയായി കൈകാര്യം ചെയ്ത് ഭാരതത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും വിദേശ രാജ്യത്തെ അറിയിക്കാൻ യുക്തമായ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം പാകിസ്ഥാൻ അനുകൂലികളായ 4 പേരുടെ പേര് എന്തുകൊണ്ട് നെഹ്റു കുടുംബത്തിലൊരംഗം കൊടുത്തു എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനങ്ങൾ അവരോട് ചോദിക്കണം. ചോദിക്കാൻ ഒരുപാടുണ്ട്. കാരണം നെഹ്റു
മുഹമ്മദ് അലി ജിന്ന പോലെ തന്നെ സഹസ്ഥാപകനാണ് പാകിസ്ഥാൻ്റെ ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് കാശ്മീർ പ്രശ്നം മുഴുവൻ ഈ രാജ്യത്തിന് സമ്മാനിച്ചത്. തീരാത്ത ശാപമായി മാറിയ കാശ്മീർ പ്രശ്നം. കാശ്മീർക്കാരനാണ്, ജന്മം കൊണ്ട് കാശ്മീർക്കാരനാണ്. എന്നിട്ടും ഈ പ്രശ്നം രാജ്യത്തിൻ്റെ തലയിലടിച്ച് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ആ പ്രശ്നം തീരാതെ കൊണ്ട് നടന്ന ജവഹർലാൽ. മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിലേക്ക് ആ തർക്കം എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. എത്തിയിരുന്നെങ്കിൽ സ്ഥിതി ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ കാശ്മീരിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻ. അപ്പം ഇത്രമാത്രം ഈ കുടുംബം ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹം ഇപ്പോഴത്തെ ആ കുടുംബാംഗങ്ങളും തുടരുകയാണ്. എന്തിനാണ് എന്നുള്ളതാണ്. പ്രതികരിക്കുന്നവരെ, പ്രതിഭകളെ അംഗീകരിക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശശി തരൂർ. തരൂരിനോട് പ്രത്യേകിച്ച് കോൺഗ്രസ് പിടിമുറുക്കിയിരിക്കുന്ന കുടുംബ ആധിപത്യത്തിന് വലിയ അസൂയയാണ്. ഡോക്ടർ ബി ഗോപാലകൃഷ്ണൻ, യുദ്ധസമാനമായൊരു സാഹചര്യമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് വരെ. പാകിസ്ഥാൻ പെഹൽഗാമിൽ വന്ന് നിരപരാധികളെ കൊന്നൊടുക്കുന്നു. അവരുടെ ഭീകരതാവളങ്ങൾക്ക് നേരെ കൃത്യമായ ലക്ഷ്യത്തോടെ നമ്മൾ തിരിച്ചടിക്കുന്നു. അവർ പറഞ്ഞയച്ച ഡ്രോണുകളൊക്കെയും യുദ്ധവിമാനങ്ങളെ അടക്കം നിലംപരിശാക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട ബാധ്യത നമുക്കുള്ളപ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രീയം നോക്കിയല്ല. ഈ തരൂർ വിഷയം നിലവിൽ കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി എന്താണ്? കൊള്ളാവുന്നവർ കോൺഗ്രസിൽ നിൽക്കില്ല, കൊള്ളാവുന്നവരുടെ പിന്തുണ കോൺഗ്രസിനുണ്ടാവില്ല. കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെടുന്നു. ഞാൻ പറയണേ, ഞാൻ ഒരിക്കൽ കൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെഹൽഗാം അക്രമം, ആ പെഹൽഗാം അക്രമത്തിൽ ഈ നാട്ടിലെ സഹോദരിമാരുടെ സിന്ദൂരത്തെ അപമാനിച്ച, സിന്ദൂര ചാരിത്ര്യം നശിപ്പിച്ച, സ്വന്തം ഭർത്താവിനെ കൺമുമ്പിൽ വെച്ച് കൊലപ്പെടുത്തി അവരെ വിധവകളാക്കിയ പാകിസ്ഥാൻ്റെ ക്രൂരമായ നടപടിയെ കോൺഗ്രസ് അപലപിച്ചിട്ടുണ്ടാവാം. പക്ഷെ തുടക്കത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ആ നിലപാടിൽ മാറ്റം വരുത്താനോ അത് ശരിയല്ല എന്ന് പറയാനോ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായില്ല. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ സമീപനം എന്താ? ഞാൻ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ ഗർഭപാത്രത്തിൽ പിറക്കാത്ത രാഹുൽ ഗാന്ധിക്ക് സിന്ദൂരത്തിൻ്റെ, നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരത്തിൻ്റെ ചാരിത്രത്തിൻ്റെ മഹിമ അറിയില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി 26 പേർ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരാളുടെ അടുത്തേക്ക് മാത്രമാണ് പോയത്. 26 + 1 27. ഒരൊറ്റ കുടുംബത്തിൽ മാത്രമാണ് സന്ദർശിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? അതേത് കുടുംബമാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം, പാകിസ്ഥാൻ ഇന്ത്യ പിടിച്ചെടുത്താലും വിരോധമില്ല, മോദിയെ ഒന്ന് താഴെ ഇറക്കണം. ഇതാണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് ജനങ്ങൾ ക്രമേണ മനസ്സിലാക്കി തുടങ്ങി. എന്നാൽ പാട്രിയോട്ടിക്കായിട്ട്, ദേശസ്നേഹത്തോടുകൂടി, രാജ്യസ്നേഹത്തോടുകൂടി, രാജ്യത്തിനു വേണ്ടി, രാജ്യമാണ് ആദ്യം എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയുടെ നടപടിക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു. അവിടെയാണ് അടിസ്ഥാന പ്രശ്നം. നേരത്തെ പ്രിയപ്പെട്ട രാംകുമാർ സാറ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഫിറോസ് ഗാന്ധിയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയുടെ അവസ്ഥ എന്തായിരുന്നു? നെഹ്റു കുടുംബത്തിന് അടിമവേല ചെയ്യാത്തവൻ കോൺഗ്രസ്സുകാരൻ്റെ പാരമ്പര്യത്തിൽ പെടില്ല. നെഹ്റു കുടുംബത്തിന് അടിമവേല ചെയ്യാത്തവനെ കോൺഗ്രസ്സുകാരനായി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമീപനമാണ് കോൺഗ്രസിനും എല്ലാ കാലഘട്ടത്തിലും നെഹ്റു കുടുംബത്തിനുള്ളത്. അതൊരു പരമകാഷ്ഠയിലേക്ക്, നെഹ്റുവിന് അത്ര ഉണ്ടായിരുന്നില്ല, ഇന്ദിരാഗാന്ധിക്കും അത്രയും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നും പരമകാഷ്ഠയിലേക്ക് അത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ദേശീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ രാഷ്ട്രീയമില്ലാതെ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ എന്ത് നയതന്ത്ര താല്പര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്? കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. ഇന്ന് ഇന്ത്യൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിക്കുക. എന്താ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്? ലോകം മുഴുവനും അറിയിക്കണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ക്രൂരന്മാരുടെ നിഷ്ഠൂരമായ കൊലപാതകത്തെ, നിരപരാധികളെ കൊന്നൊടുക്കിയത്, ഭീകരവാദത്തിനെ സ്പോൺസർ ചെയ്യുന്ന ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന മൃഗീയമായ രാക്ഷസീയമായ ഭീകരതയുടെ ഒളിത്താവളമായിട്ടുള്ള പാകിസ്ഥാനെ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യണം. അങ്ങനെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ കഴിവുള്ള ഒരാൾ പോണ്ടേ? ശശി തരൂർ വിദേശകാര്യ സമിതിയുടെ സെക്രട്ടറി അല്ലേ? അദ്ദേഹം UNOയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ? വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ കഴിവുള്ള ആളല്ലേ? കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ വിദേശകാര്യ സഹമന്ത്രി ആയിരുന്ന ആളല്ലേ? വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് ഈ ഇന്ത്യ ഗവൺമെൻറ്റോ BJP അല്ലല്ലോ ഈ വിഷയത്തെ കൊണ്ടുവന്നത്. ശശി തരൂരിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണമെന്ത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് കഴിവ് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ നയതന്ത്ര രംഗത്തെ ബഹുമതിയാണ്, പാരമ്പര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ ലിസ്റ്റിലില്ല, ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ്സാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കല്ലേ? എന്നിട്ട് കൊടുത്ത 4 പേരിലെ 2 പേർക്കും പാകിസ്ഥാനുമായി ബന്ധമുള്ളയാൾ. കർണാടകയിലെ സക്കീർ അയാളെ MP ആയി തിരഞ്ഞെടുത്തപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന അനുയായികളെ കൊണ്ട് വിളിപ്പിച്ച ആളാണ്. രാഹുൽ ഗാന്ധി എന്ന നടപടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമല്ലേ? ലോകസമക്ഷം ഇന്ത്യ പരാജയപ്പെടണം. ലോകസമക്ഷം ഈ വിദേശ നയതന്ത്ര സംഘം ലോകത്തിൻ്റെ മുന്നിൽ ചെന്ന് പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇന്ത്യ പരാജയപ്പെടണമെന്ന ആഗ്രഹമാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അനുകൂലികളെ കോൺഗ്രസ്സുകാർ ഈ 4 പേരുടെ ലിസ്റ്റിൽ ഈ നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും തരുമോ? എന്നാൽ കോൺഗ്രസിലുള്ള ഏറ്റവും പരമോന്നതമായ സ്ഥാനം ഈ നയതന്ത്ര രംഗത്ത് അലങ്കരിച്ചിരുന്ന ഈ ശശി തരൂരിനെ ഒഴിവാക്കുകയും ചെയ്യുക. വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമായിരുന്നു. ആ അംഗീകാരം കോൺഗ്രസ് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആ അംഗീകാരത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ സ്വയം കോൺഗ്രസ് കളങ്കിതമാകുകയോ ചുരുങ്ങുകയോ അപമാനപ്പെടാൻ സ്വയം തയ്യാറാവുകയോ ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ശശി തരൂരിനെ കോൺഗ്രസ് ആണ് പറഞ്ഞത്, ഞങ്ങൾ കൊടുത്തിട്ടില്ല. ശശി തരൂരിനെ കൊടുത്തിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ കോൺഗ്രസ് സ്വയം ചെറുതാവുകയാണ് ചെയ്തത്. കോൺഗ്രസ് സ്വയം അപമാനിക്കപ്പെടുകയാണ് ചെയ്തത്. അത് വെളിയിൽ വന്നത്, അതായത് ഇവിടെ തരൂരും കേന്ദ്ര സർക്കാരും രാഷ്ട്രീയം പറയുന്നതേയില്ല, രാഷ്ട്രമാണ് പറയുന്നത്. ഒരുപക്ഷെ അതാകുമോ കോൺഗ്രസിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നത്? വാസ്തവത്തിൽ ഒരു താരതമ്യ പഠനം ഈ കാര്യത്തിൽ നടത്തുമ്പോഴാണ് ഈ കോൺഗ്രസ് നിലപാടിൻ്റെ അപഹാസ്യതയും പൊള്ളത്തരവും നമുക്ക് മനസ്സിലാവുന്നത്. RSSനെയും BJPയെയും എപ്പോഴും ശക്തിയായി എതിർക്കുകയും അവരോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മുസ്ലിം നേതാവുണ്ട് ഹൈദരാബാദിൽ, അസറുദ്ദീൻ ഒവൈസി. അദ്ദേഹം ഞാൻ വന്ദേ മാതരം പാടില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് ഭീഷണി വരെ പറഞ്ഞു. ആ ഒവൈസി എന്താണ് പറഞ്ഞത്? ആ ഒവൈസി പറഞ്ഞത് പാകിസ്ഥാൻ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്, അതൊരു മുസ്ലിം രാജ്യമല്ല, ഇസ്ലാം ഒരിക്കലും ഭീകരതയെ പരിപോഷിപ്പിക്കുന്നില്ല, സഹായിക്കുന്നില്ല, അനുഭാവമില്ല. തുർക്കി എന്തുകൊണ്ടാണിത് ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇത് ഒവൈസിയുടെ അഭിപ്രായം. അതുപോട്ടെ, പാകിസ്ഥാൻ്റെ സ്ഥാപക കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരളത്തിൽ നിന്നൊരു MP ETM ബഷീർ ഈ സംഘത്തിൽ സസന്തോഷം അംഗത്വം എടുത്തല്ലോ. ലീഗ് എന്തുകൊണ്ട് കോൺഗ്രസിനെ പോലെ നിലപാടെടുത്തില്ല? ഇതൊക്കെ പോട്ടെ, തെക്കേ ഇന്ത്യ ഫെഡറലിസത്തിൻ്റെ പേരിൽ 2 ആവണം
എന്ന് വാദിക്കുന്ന DMK-യുടെ കരുണാനിധിയുടെ മകള് കനിമൊഴി, അവർ ഈ അംഗത്വം എടുത്തല്ലോ, അവർക്ക് യാതൊരു പരാതിയില്ലല്ലോ. അവർ പറഞ്ഞത് ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആളാണ്. ശരത് പവാറിൻ്റെ മകള് സുപ്രിയ സൂലെ, അവരിതിൽ അംഗത്വം എടുത്തല്ലോ, ആരും എതിർപ്പ് പറഞ്ഞില്ലല്ലോ. പറയുന്നത് മുഴുവൻ നിർഭാഗ്യവശാൽ 140 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു കുടുംബാംഗങ്ങളാണ്. കോൺഗ്രസ്സുകാരാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് ആരോപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബത്തിന് വേണ്ടി സംസാരിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവരുടെ കേരളത്തിലെ കാര്യസ്ഥന്മാർ ആരാന്ന് എല്ലാവർക്കും അറിയാലോ, അവരും അതിന് ചുവടപ്പിച്ച് സംസാരിക്കുന്നു. ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് ശശി തരൂരിനെ കാര്യമായി വിമർശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ശശി തരൂര് രാഷ്ട്രമില്ലെങ്കിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ ആശയം ദഹിക്കാൻ നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാട് മാറി, അസറുദ്ദീൻ ഒവൈസിയുടെ നിലപാട് മാറി, സ്റ്റാലിൻ്റെ പാർട്ടിയുടെ നിലപാട് മാറി, സമജവാദ പാർട്ടിയുടെ അംഗങ്ങളടക്കം ഇതിൽ വന്നിട്ടുണ്ട്. RJD, ബീഹാറിലെ RJD അടക്കം വന്നിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും ചോദിക്കുന്നു, നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ, എത്ര വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, എന്തൊരു ബാലിശമായ ഈ പാർട്ടിയെ നമ്മുടെ ജനങ്ങളെ എങ്ങനെ ബഹുമാനിക്കും, എങ്ങനെ ആദരവ് കൊടുക്കും, എങ്ങനെ വിശ്വസിക്കും? രാഷ്ട്രീയ പ്രവർത്തനം രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈ രാജ്യത്തെ സാധാരണക്കാരെ എങ്ങനെ വിശ്വസിക്കും? ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്താൻ സംഘടിതമായ ശ്രമം നടക്കുകയാണ്. കാരണം അദ്ദേഹം നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ അല്പം കഴിവ് തെളിയിച്ച ആളാണ്. നേതാജി സുഭാഷ് ചന്ദ്രനോടും C രാജഗോപാലാചാര്യോടും പ്രണബ് കുമാർ മുഖർജിയോടും ഒക്കെ കാണിച്ച അതേ നിലപാട് കാണിച്ചുകൊണ്ടിരിക്കുക. സമീപകാലത്ത് P ചിദംബരം പറഞ്ഞു, ഈ പോക്ക് പോയാൽ ഇന്ത്യ മുന്നണി നാനാവിശേഷം. എന്താണ് പോക്ക്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒവൈസി പറഞ്ഞതുപോലും അംഗീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അതിനുള്ള കാരണം ശ്രീ രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനും ചൈനയുമായി വ്യക്തമായ ബന്ധങ്ങളുണ്ട് എന്ന് തെളിയിക്കാൻ ധാരാളം സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ ഹരിയാനയിൽ ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തു. അവർ 10-15 ദിവസം പഹൽഗാം ഭാഗത്തും പാകിസ്ഥാനിലും ഇതേപോലത്തെ സന്ദർശനം ശ്രീ രാഹുൽ ഗാന്ധി പലപ്പോഴും നടത്തിയിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിന് അനുമതിയില്ലാതെ, പാർലമെൻറ്റിനെ അറിയിക്കാതെ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഈ വക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരും, എന്ത് പറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്? കേന്ദ്ര സർക്കാരും രാഷ്ട്രീയമല്ല പറയുന്നത്, മറിച്ച് രാഷ്ട്രമാണ് പ്രധാനം എന്ന് പറയുന്നു. കോൺഗ്രസ് അവിടെയാണ് കല്ലുകടിയാകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ആളാണ് ശശി തരൂർ. അതായത് ലോകകാര്യങ്ങളിൽ, നയതന്ത്ര വിഷയങ്ങളിൽ, ഭാരതത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടൽ നടത്താൻ കെൽപ്പുള്ളയാൾ. ഒരുപക്ഷെ എല്ലാവരെയും പോലല്ലെങ്കിലും മാറ്റി നിർത്തി കൂടുതൽ ശക്തിയോടെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരാൾ. അങ്ങനെ ഒരാളെ അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരാളുടെ പട്ടികയിൽ പോലും തരൂർ ഉൾപ്പെടുന്നില്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്നത് എന്താണ്? ശ്രീ കൃഷ്ണരാജ്, വിശ്വപൗരൻ എന്നത് വലിയ ഒരു സാധ്യതയാണ് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു നെറ്റിപ്പട്ടം, ആ ഒരു ടാഗ് ചാർത്തി കിട്ടുന്നത് അനന്തമായ സാധ്യതകളുടെ വാതായനങ്ങളെയാണ് തുറന്നിടുന്നത്. അതേസമയം ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകൾ നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ആ ഒരു ടാഗ് ഒരു ബാധ്യതയായി മാറുന്നത് ശശി തരൂർ വേദനയോടുകൂടി കണ്ടു നിൽക്കുകയാണ്. അപ്പം അങ്ങനെയെങ്കിൽ തരൂറിൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്ന ഒരു രീതി സ്വല്പം വ്യത്യസ്തമാണ്. അദ്ദേഹം ഗ്ലോബ് ട്രോട്ടറായിരുന്നു, ആഗോളതലത്തിൽ
നന്നായി സിസ്റ്റംസൊക്കെ ഈ സിസ്റ്റംസിൻ്റെ ഓപ്പറേഷൻ നന്നായി അടുത്ത് കണ്ട് നിന്നിട്ടുള്ള ഒരാളാണ്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലൊക്കെ ഒരു രീതിയുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡൻറ്റ് അദ്ദേഹമാണല്ലോ സർവശക്തൻ അമേരിക്കയിലെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്ക് പുറത്തുനിന്ന് പിന്തുണ തേടാൻ സാധിക്കും. നിർണായകമായ അവസരത്തിൽ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ അങ്ങനെ സാധിക്കും. അതിന് സെനറ്റേഴ്സിനെയാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. അമേരിക്കൻ വ്യവസ്ഥയിൽ അതിനെ സെനറ്റോറിയൽ കർട്ടസി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സാധ്യതകൾ ഇപ്പോൾ ഭാരതവും മാറി ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പം ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സർക്കാരിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ടാലൻ്റ് ഉണ്ട്. ആ ടാലൻ്റ് അവിടെ വേസ്റ്റഡ് ആണ്. ആ ടാലൻ്റ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹീ നീഡ്സ് ടു എക്സ്പ്രസ് ഹിംസെൽഫ് എന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്യുന്നു. തരൂരിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ആ വിഭവത്തെ ഏറ്റവും സമഗ്രമായി സമർത്ഥമായി ഒരു രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഒരു പ്രത്യേക ജങ്ചറിൽ ക്രോസ് റോഡ്സിലെത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഈ ഒരു ചിന്തയാണ് തരൂരിന് നറുക്ക് വീഴാനുള്ള കാരണം. അപ്പോൾ അവിടെ ഔപചാരികമായ ചില കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തോട് അഭിപ്രായം ചോദിക്കണം. അവർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് തന്നെ ആളെ കൊണ്ടുവരണം. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ വരാം, അതിന് തെറ്റൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടി നൽകുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ നൽകിയ ലിസ്റ്റിൽ തരൂർ എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്ന ചോദ്യം കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്തോളം കാലം തന്നെ പ്രസക്തമായി നിൽക്കും. കാരണം ഒരു നാച്ചുറൽ ചോയ്സാണ്. അത് BJP ചൂസ് ചെയ്താലും അല്ലെങ്കിൽ നിഷ്പക്ഷമായ ആരെങ്കിലും ചൂസ് ചെയ്താലും നിലവിലുള്ള ലോക്സഭ രാജ്യസഭ അംഗങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ധിഷണാശാലിയാണ്, വൈഭവമുള്ളയാളാണ്, നല്ല ഒന്നാന്തരം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളയാളാണ്. അദ്ദേഹമാണ് തരൂർ. നോക്കൂ, ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ഈ ഭാഷാശുദ്ധിയും അല്ലെങ്കിൽ അവതരണ മികവുമൊക്കെ നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ഐക്യരാഷ്ട്ര സംഘടനകളിലും ലോകവേദികളിലും നിർണായക അവസരത്തിൽ കോൺഗ്രസ് സർക്കാർ ഉള്ളപ്പോൾ ഉപയോഗിച്ചതാണ്. അത് കോൺഗ്രസ് സർക്കാരിൻ്റെ മെറിറ്റായിട്ട് കൂടെ ഞാൻ പറയും. അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു മെറിറ്റ് മാത്രമല്ല, കഴിവ്, ടാലൻറ്റ് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ അംഗീകരിക്കുകയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ 1994 പാകിസ്ഥാൻ കൊണ്ടുവന്ന ഇന്ത്യ വിരുദ്ധ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭാഗം സമർത്ഥമായി വാദിക്കാൻ നിയോഗിച്ചത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ്. അദ്ദേഹം ആ റോൾ ഭംഗിയായി നിർവഹിച്ചു. 2008 ഈ മുംബൈ ഭീകരാക്രമണ സമയത്തും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്, UPA ഗവൺമെൻറ്റാണ്, UPA 1 കാലമാണ്. ആ സമയത്തും ലോകരാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിനിധികളിൽ എല്ലാ പാർട്ടികളിലും പെടുന്ന ആളുകളുണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രതിസന്ധി ഇന്നുണ്ടാകാനുള്ള കാരണം ഒരു ധാരണയിലെത്താൻ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ചെറിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായി. പാർട്ടികളുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ആശയക്കുഴപ്പം കാര്യമായി ഉണ്ടായി. കാരണം ഇതിനൊരു ടൈമിംഗ് വളരെ പ്രധാനമാണ്. ഒന്ന്, ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊറോഗറ്റീവാണ് ആരെയാണ് അയക്കേണ്ടതെന്ന്. അപ്പോൾ അവർക്ക് തീർച്ചയായും അയക്കണം. അത് ഒരു മര്യാദ എന്ന നിലയിലാണ്, സാമാന്യ മര്യാദയാണ്. ഒരു രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷം ചേർന്നാണ്. ഭരണപക്ഷം മാത്രമല്ല, രാജ്യം പ്രതിപക്ഷം കൂടെ ചേർന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യം. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ്റൽ നോമിനീസ് അല്ല, വേണമെങ്കിൽ വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പിന്നെ മറ്റേതെങ്കിലും മന്ത്രിസഭയിലെ ചില അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചേരുന്ന ഒരു ഉന്നതാധികാര സംഘം വേണമെങ്കിൽ സന്ദർശിക്കാം. കുറേ അംബാസഡർമാരും എല്ലാം ചേർന്നുകൊണ്ട് അതിനൊരു രാജ്യത്തിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെലിഗേഷനായി മാത്രമേ രാജ്യങ്ങൾ കാണൂ. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ശബ്ദം ലോകരാജ്യങ്ങൾ കേൾക്കണം. എന്ത് കാര്യത്തിലാണ്? ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് കാശ്മീർ ഒരിക്കൽ കൂടി ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാകിസ്ഥാന് കഴിഞ്ഞു. അത് ചില്ലറ കാര്യമല്ല. ഇവിടെ പഹൽഗാം ഭീകരാക്രമണം മ്ലേച്ഛമായ കാര്യമാണ്. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത് ദുഃഖകരമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പാകിസ്ഥാൻ എന്താഗ്രഹിച്ചോ ആ കാര്യം നടന്നിരിക്കുന്നു. ഇന്ത്യ പാഠം പഠിപ്പിക്കാനൊന്നും സാധിച്ചില്ല. പക്ഷേ കാശ്മീർ വിഷയം സജീവമായി വീണ്ടും ഒരിക്കൽ കൂടി ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സ്വാഭാവികമായി ട്രംപ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പറയും ഇത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമാണ്. നൗ ഇന്ത്യ ഹാസ് ടു ക്ലാരിഫൈ. ഇന്ത്യ വ്യക്തമായി പറയേണ്ടതുണ്ട്, ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമല്ല, ഭാരതത്തിൻ്റെ ഉള്ളിലെ ഒരു സ്ഥലമാണ് കാശ്മീർ. കാശ്മീർ തർക്ക വിഷയമല്ല. കാശ്മീർ ഉഭയകക്ഷി അടിസ്ഥാനത്തിലോ ബഹുകക്ഷി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മധ്യസ്ഥൻ്റെ സഹായത്തിലോ സംസാരിച്ച് പരിഹരിക്കേണ്ട വിഷയമല്ല.
ഈ കാര്യം ലോകത്തോടായി പറയേണ്ടതാണ്. അല്ലാതെ ട്രംപ് പറഞ്ഞതുപോലെ ഞാൻ മധ്യസ്ഥത വഹിച്ചോളാം എന്ന് പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും അത്രയൊക്കെ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ലല്ലോ. ലോകരാജ്യങ്ങൾ എർദോഗാൻ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഓരോ രാജ്യങ്ങൾ അഭിപ്രായം പറയുകയാണെങ്കിൽ ഭാരതം എന്താണ് ചിന്തിക്കുന്നത്? അതുകൊണ്ട് ന്യൂ നോർമൽ, അതാണ് ന്യൂ നോർമൽ എന്ന് പറയും. ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ ചെറിയ മാറ്റങ്ങൾ, കാതലായ മാറ്റങ്ങൾ ഞാൻ പറയില്ല, ചെറിയ മാറ്റങ്ങൾ അടുത്ത കാലത്ത് സംഭവിച്ചു. ഒരു വിദേശ നയം മാറുന്നത് രാജ്യത്തിൻ്റെ വിദേശ നയം മാറുന്നത്, അല്ലാതെ ഭരണകൂടത്തിൻ്റെ വിദേശ നയമല്ല. ഭരണകൂടം അതത് സമയത്ത് എടുക്കുന്ന വിദേശ നയത്തോടൊപ്പം തന്നെയാകണം പ്രതിപക്ഷം. ആഭ്യന്തര നയത്തെ കഠിനമായി വിമർശിക്കാം, പക്ഷെ വിദേശ നയത്തെ പ്രതിപക്ഷത്തിന് വിമർശിക്കാമെന്നുള്ളതല്ലാതെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പ്രതിപക്ഷത്തിന് പോകാനാവൂ. ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറിയത്. അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ റെസ്പോൺസിബിളായി ആളെ അയക്കാമെന്ന് പറയുകയും ഞങ്ങൾ സഹകരിക്കാമെന്ന് പറയുകയും എന്നാൽ ഏറ്റവും ഉചിതരായ ആളുകളെ വിടുന്ന കാര്യത്തിൽ ചെറിയ ഒരു അലംഭാവം കാട്ടുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തവരുടെ വർഗീസ്, അതത്ര ചെറിയ കാര്യമാണോ? ഈ പട്ടികയിൽ പാകിസ്ഥാനുമായി അടുപ്പമുള്ള 2 പേർ എന്ന് നേരത്തെ തന്നെ ആരോപണമുള്ളവർ, ഗൗരവ് ഗൊഗോയി അടക്കമുള്ളവർ ആ പട്ടികയിൽ എങ്ങനെ വന്നു? തരൂരിനില്ലാത്ത എന്ത് മഹത്വമാണ് പാക് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവർക്കുള്ളത്? ഗൗരവ് ഗൊഗോയി, നാസിർ ഹുസൈൻ, അതുപോലെ മറ്റ് 2 പേര്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ ആരാണ് ഈ രാജ ബ്രാർ, പഞ്ചാബിൽ നിന്നുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ചോ ഇൻ്റർനാഷണൽ സ്റ്റേച്ചറിനെ കുറിച്ചോ നമ്മളാരും കേട്ടിട്ടില്ല, ഒരുപക്ഷെ കേൾക്കാത്തതുകൊണ്ടായിരിക്കാം. അതുപോലെ ഈ 4 പേരെ കോൺഗ്രസ് തിരഞ്ഞെടുത്തതിൽ ആനന്ദ് ശർമ്മയുടെ ചോയ്സ് വളരെ ഉചിതമായ ചോയ്സാണ്. അത് ഗവൺമെൻറ് പിന്നെ അംഗീകരിക്കുകയും ചെയ്തു. കാരണം ആനന്ദ് ശർമ്മ മുൻ ക്യാബിനറ്റ് മന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ ഉന്നത നേതാവാണ്, അദ്ദേഹത്തിന് നല്ല വായനാശീലമുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സിന് വേണമെങ്കിൽ തരൂറിനെ 1ാം സ്ഥാനമായി കൊടുത്തുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കാമായിരുന്നു. പക്ഷെ തരൂറിനെ മനഃപൂർവ്വമായി ഒഴിവാക്കണം എന്ന നിർബന്ധ ബുദ്ധി കോൺഗ്രസ്സിന് ഉണ്ടാകും എന്ന് ഒരുപക്ഷെ BJP മുൻകൂട്ടി തന്നെ, അത് രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ പിന്നിലൊരു സമ്മർദ്ദ രാഷ്ട്രീയമുണ്ട്. അല്ല, രാഷ്ട്രീയം എന്നുള്ള നിലയിൽ നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല, കോൺഗ്രസിനെ വളരെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കും. ശശി തരൂരിനെ ഞങ്ങൾ പിക്ക് ചെയ്യുന്നു. പക്ഷേ ഇതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ആ രീതിയിലല്ല, ഒരു പക്ക പൊളിറ്റിക്സ് എന്ന രീതിയിൽ മാത്രമല്ല. തരൂർ ഈസ് എൻ ഓട്ടോമാറ്റിക് പിക്ക്. അത് BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, സ്വതന്ത്ര അംഗമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ചെറിയൊരു പ്രാദേശിക പാർട്ടിയുടെ അംഗമായിക്കൊള്ളട്ടെ, ഡോക്ടർ ശശി തരൂർ എന്ന വ്യക്തിയുടെ കഴിവ്, അർഹത അത് രാജ്യത്ത് ഒരാൾ പോലും ചോദ്യം ചെയ്യില്ല. ഒരു രാഷ്ട്രീയ കക്ഷി, സ്വന്തം പാർട്ടിയോ മറ്റ് പാർട്ടികളോ ചോദ്യം ചെയ്യില്ല. അങ്ങനെയെങ്കിൽ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം എക്സ് ഒഫീഷ്യോ ആയി കണ്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തരൂർ ഗെറ്റ്സ് പിക്ഡ്. അത് ആരും പിക്ക് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ആരാണോ പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഇല്ലാതെ പാർലമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി സംഘത്തെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം ബാക്കി പേരുകൾ പാർട്ടികൾക്ക് വിട്ടുകൊടുക്കാം. വേണമെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു നെഗോസിയേഷൻ, അതിനെ അവിടെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ചിന്തയുണ്ട്. എന്തുകൊണ്ടൊരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല? ഇതിലൊരു അപകടവുമുണ്ട്, ഒരു സാധ്യതയുമുണ്ട്. എന്താണ് അപകടം? അപകടം എന്ന് പറഞ്ഞാൽ ഈ അനന്തമായ രീതിയിൽ വിമർശനങ്ങൾ ആഭ്യന്തരമായി ഗവൺമെൻറ്റിനെതിരെ പാർലമെൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ശക്തമായ വിമർശനങ്ങളും വേറിട്ടുള്ള ചിന്തകളും ഒക്കെ വന്നു കഴിയുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടല്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകും വിദേശ രാജ്യങ്ങൾക്ക്. പക്ഷെ അത് കൈവിട്ട് പോകുന്ന ചർച്ചകളാകുന്നത് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഉചിതമാകില്ല എന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ചിന്ത. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു പാർലമെൻറ്റ് സമ്മേളനം ആകാമായിരുന്നു. കാരണം ഇത്രയും നിർണായകമായ ഒരു ഡെമോക്രാറ്റിക് നയതന്ത്ര ബ്ലിറ്റ്സ്ക്രീഗിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അതിന് മുന്നോടിയായി ഒരു പാർലമെൻറ്റ് സമ്മേളനം വേണമെങ്കിൽ ആകാമായിരുന്നു. അതിനുശേഷം സർവകക്ഷി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത എണ്ണം പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിലെ കക്ഷികളുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവർക്ക് ബർത്തുകൾ അലോട്ട് ചെയ്യുകയും അതിനുള്ളിൽ പരിഗണനകൾ വേണം. ഇപ്പോഴത്തെ ഇതിനകത്ത് വ്യക്തമായ 40ഓളം അംഗങ്ങളാണ്. അതിൽ നല്ല വ്യക്തമായ പരിഗണനകളുണ്ടല്ലോ. വനിതാ പ്രാതിനിധ്യമുണ്ട്. ഈ INDA മുന്നണിയിൽ നിന്നും 2 വനിതകൾ, 7 കമ്മിറ്റികൾ ഉള്ളതിൽ 7 ടീംസ് ഉള്ളതിൽ 2 ടീംസിൻ്റെ നേതാക്കൾ വനിതകളാണ്, ചെയർപേഴ്സൺസ്.
അത് കരുണാനിധിയുടെ മകൾ കനിമൊഴി. ഇപ്പോൾ തമിഴ്നാടിന് എപ്പോഴും കേന്ദ്ര രാഷ്ട്രീയത്തോട് സ്വല്പം വിയോജിപ്പുണ്ട്, പ്രത്യേകിച്ച് BJP രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരു കക്ഷിയാണ്, പ്രത്യേകിച്ച് തമിഴക ദേശീയതയ്ക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ കനിമൊഴിയെ ചൂസ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ. ഒരു ടീം ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തല്ലോ. കനിമൊഴി അത്ര ദീർഘകാലം MP ആയിരുന്ന ആളല്ലെന്ന് ഓർക്കണം. നേതൃപാഠവും ഉണ്ടില്ലെന്നല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോകപരിചയം എല്ലാം. അതുപോലെ സുപ്രിയ സുലെ ശരത് പവാറിൻ്റെ മകളാണ്, ബാരാമതി MP ആണ്, NCPയുടെ നേതാവാണ്. സുപ്രിയ സുലെയുടെ കഴിവിനെക്കുറിച്ചും അർഹതയെക്കുറിച്ചും തർക്കമില്ലല്ലോ. രണ്ടുപേരും അതോടൊപ്പം തരൂറും 3 പേരാണ്. 7 ലോട്ടുകളുള്ളതിൽ 7 സമിതികളിൽ 3 സമിതികളിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളാണ് ചെയർമാൻ സ്ഥാനത്ത്. 4 മുന്നണികളിൽ പിന്നെ രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെ ഉള്ള ആളുകൾ BJP നേതാക്കൾ, മറ്റൊരു BJP നേതാവ് ഒറീസയിൽ നിന്നുണ്ട്, മറ്റു 2 ഘടകകക്ഷികൾ നേതാക്കളാണ്. ഭാരതീയ ജനതാ പാർട്ടി 2 സീറ്റുകൾ മാത്രമേ, 7-ൽ 2 സ്ലോട്ടുകൾ മാത്രമേ എടുത്തുള്ളൂ ചെയർമാൻ സ്ഥാനമെന്ന് ഓർക്കണം. അപ്പം വ്യാപകമായി ഒവൈസിക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. പ്രാതിനിധ്യമുണ്ട്. ഞാൻ വരാം മോഹൻ വർഗീസ്. ഈ നോക്കൂ, ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു വന്നത്, ഇപ്പോൾ കനിമൊഴിയാകട്ടെ, BJPയോട് ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കനിമൊഴി പരിഗണിക്കപ്പെടുന്നു, ശശി തരൂർ വരുന്നു, ഒവൈസി അടക്കം വരുന്നു. അപ്പോഴൊക്കെയും തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരാളെ പരിഗണിക്കേണ്ടതില്ല എന്ന് സ്വന്തം പാർട്ടി തീരുമാനിക്കുന്നുവെങ്കിൽ അവരുടേത് രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. യാതൊരു സംശയമില്ലല്ലോ എന്ന്. രാജ്യ താൽപ്പര്യത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കാത്തവരാണ് കോൺഗ്രസ്. അതാണ് ഇന്നത്തെ കാശ്മീർ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം തന്നെ. രാജ്യ താൽപ്പര്യമായിരുന്നു മുന്നിലെങ്കിൽ 600 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച പട്ടേലിനെ എന്തുകൊണ്ടാണ് കാശ്മീർ വിഷയത്തിൽ നിന്ന് ഒഴിവാക്കിയത്? നെഹ്റു കുടുംബത്തിന് ഈ രാജ്യമെന്ന സങ്കല്പം ഗാന്ധിജിയോടുകൂടി കോൺഗ്രസ്സിൽ ഇല്ലാതായി. അതിനുശേഷം നെഹ്റുവിൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ്സിന് രാജ്യത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായി. രാജ്യം അപ്രധാനവും രാഷ്ട്രീയം പ്രധാനവുമായി. അതുകൊണ്ട് ഗാന്ധിജിയുടെ പേരും ഗാന്ധിജിയുടെ തൊപ്പിയും ഗാന്ധിജിയുടെ ഊന്നുവടിയും ഗാന്ധിജിയുടെ ഖദറുമെല്ലാം എടുത്ത് രാഷ്ട്രീയത്തിന് അത് രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൻ്റെ ഏണിപ്പടിയാക്കി ഉപയോഗിച്ചു എന്നല്ലാതെ രാജ്യ താൽപ്പര്യം പലപ്പോഴും പല സമയത്തും പ്രകടിപ്പിച്ചില്ല. ഞാനതിന് 2-3 നല്ല ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. മോഹൻ വർഗീസ് മറുപടി പറയട്ടെ, കാരണം അദ്ദേഹം പ്രതിരോധ മേഖലയിലെ ഒരു സൈദ്ധാന്തികനാണ്. ഞാൻ ചോദിക്കട്ടെ, പട്ടേൽ തയ്യാറായിരുന്നല്ലോ ഈ കാശ്മീർ വിഷയത്തിൽ ഇടപെടാനും കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന് പട്ടേൽ തയ്യാറായിരുന്നു. ഒരേ ഒരെണ്ണം ഏറ്റെടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. ആ ജവഹർലാൽ നെഹ്റു അമ്പെ പരാജയപ്പെടുകയായിരുന്നല്ലോ കാശ്മീരിൽ. അമ്പെ പരാജയപ്പെടുകയായിരുന്നില്ലേ? അവിടെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആർട്ടിക്കിൾ 370 കൊടുത്തത് എന്തിന്? അത് രാജ്യവിരുദ്ധമാണെന്നും പാകിസ്ഥാൻ എന്നും ഒളിപ്പോരുകളായി അല്ലെങ്കിൽ ഒളിത്താവളമായി കാശ്മീരിനെ കാണുമെന്നും കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശമാണെന്നും കാശ്മീരിനു വേണ്ടി പാകിസ്ഥാൻ അലമുറയിടുന്നു എന്നും മനസ്സിലാക്കിയ ജവഹർലാൽ നെഹ്റു എന്തിനാണ് ഒരു സ്വതന്ത്ര രാജ്യ പദവി കാശ്മീരിന് നൽകിയത്? അപ്പോൾ അതിൽ തന്നെ രാജ്യമെന്ന സങ്കല്പം, രാജ്യത്തോടുള്ള വിധേയത്വം, രാജ്യം ഭാരതം ഒന്നാണെന്നുള്ള ആ രാജ്യ താല്പര്യം അവിടെ നിഷേധിക്കപ്പെടുകയാണ്. ആ രാജ്യ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ശ്യാമപ്രസാദ് മുഖർജി വിസക്കെതിരെ, പ്രത്യേക വിസക്കെതിരെ, പ്രത്യേക പദവിക്കെതിരെ, പ്രത്യേക പ്രധാനമന്ത്രിക്കെതിരെ, പ്രത്യേക രാജ്യത്തിനെതിരായിട്ട് അവിടേക്ക് മാർച്ച് നടത്തിയത്. രാജ്യ താല്പര്യത്തെ മുൻനിർത്തി ശ്യാമപ്രസാദ് മുഖർജി മാർച്ച് നടത്തുമ്പോൾ അവരുടെ ജയിലിൽ പിടിച്ചിടുമ്പോൾ ആ ശ്യാമപ്രസാദ് മുഖർജിയെ ആ കാശ്മീരിൽ പോയി കാണാൻ നെഹ്റു തയ്യാറാവുന്നില്ല. രാജ്യ താല്പര്യം ഇല്ലായ്മയുടെ രണ്ടാമത്തെ കാര്യം. രാജ്യത്തിനു വേണ്ടിയിട്ടാണ് മാർച്ച് ചെയ്തത്. അവിടെ ജവഹർലാൽ നെഹ്റു എത്തുകയാണ്. ആ ജയിലിൻ്റെ മുന്നിലെത്തുന്ന ജവഹർലാൽ നെഹ്റു ശ്യാമപ്രസാദ് മുഖർജിയെ കാണാതെ തിരിച്ചു പോരുന്നു. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് പട്ടേലിന് എല്ലാ അർത്ഥതലങ്ങളിലും പട്ടേൽ കാശ്മീരിനെ കയ്യിലടക്കാൻ വേണ്ടി തയ്യാറായ സമയത്ത് കാശ്മീരിൻ്റെ വിഷയത്തിൽ ജവഹർലാൽ നെഹ്റു ഏറ്റെടുത്തത്? മൂന്നാമത്തെ കാര്യം, ഇന്ത്യൻ പട്ടാളം 1948 ഈ പാകിസ്ഥാൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയപ്പോൾ എന്തിനാണ്
ഇന്ത്യ പിടിച്ചെടുത്ത പ്രദേശം പാകിസ്ഥാന് വിട്ടുകൊടുത്തത്. POK, ആ POKയിൽ നിന്നാണല്ലോ ഇന്ന് ഒളിത്താവളങ്ങളായി മാറുന്നത്. ആ POK കൊടുത്തത് ജവഹർലാൽ നെഹ്റു അല്ലേ? രാജ്യ താല്പര്യമില്ലാത്തതിൻ്റെ സ്വഭാവമല്ലേ? എന്തിനാണ് നേരത്തെ ബഹുമാനപ്പെട്ട രാംകുമാർ സാറ് പറഞ്ഞതുപോലെ UNOയുടെ മുമ്പിലേക്ക് ഒരു കാരണവുമില്ലാതെ കാശ്മീരിനെ കൊണ്ടുപോയത്? രാജ്യ താല്പര്യം ഇല്ലാതെയല്ലേ? ഇന്ദിരാഗാന്ധിയുടെ കാര്യം വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാര്യം വരുമ്പോൾ 1971 വാറിൻ്റെ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം നിങ്ങളോട്. 1971 72 വാറിൻ്റെ സമയത്ത് ഈ ഷിംല കരാർ ഒപ്പിടുന്നുണ്ടല്ലോ. ആ ഷിംല കരാർ ഒപ്പിടുമ്പോൾ ഒരു ദിവസം മുഴുവനും ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പാർട്ട്ണറുമായിട്ട് ചേർന്ന് ഒരു ദിവസം മുഴുവനും അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ വെളിയിൽ വന്നതിന് ശേഷം 93,000, എൻ്റെ കണക്കിൽ തെറ്റുണ്ടെങ്കിൽ മോഹൻ വർഗീസിന് തിരുത്താം, 93,000 പട്ടാളക്കാരെ ബ്രിട്ടീഷ് പാകിസ്ഥാൻ പട്ടാളക്കാരെ പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്നു. ഏതാണ്ട് 13,000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യ പിടിച്ചെടുത്ത ഭൂമിയും കൊടുക്കുന്നു. എൻ്റെ ചോദ്യം, അന്ന് രാജ്യ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് 43 ഭടന്മാർ, ഇന്ത്യൻ പട്ടാളക്കാർ, 43 കണക്കിൽ തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോളൂ, 43 ഞാൻ മനസ്സിലാക്കി, 43 ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാൻ്റെ ജയിലിലുണ്ട്. സോ ആ ജയിലിൽ കിടക്കുന്ന 43 പട്ടാളക്കാർ പുഴുത്തു മരിച്ചു. 93,000 കൊടുത്തുവിടുമ്പോൾ ഈ 43 ഇന്ത്യൻ പട്ടാളക്കാരനെ എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല? എന്തുകൊണ്ട് തിരിച്ചെടുത്തില്ല? എന്തുകൊണ്ട് തിരിച്ചു മേടിച്ചില്ല? അവർ പാകിസ്ഥാന്റെ ജയിലിൽ കിടന്ന് പുഴുത്തു മരിച്ചു. രാജ്യ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ? രാജ്യ താല്പര്യമില്ലാത്ത ചരിത്രം തന്നെയാണ് കോൺഗ്രസിന് എന്നാണ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. അഡ്വക്കേറ്റ് K. രാംകുമാർ, അതായത് കോൺഗ്രസിൽ നിൽക്കുന്നതും കോൺഗ്രസ്സുകാരനായി തുടരുന്നതും രണ്ടാണെന്നാണ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് തരൂർ ഇനിയും കോൺഗ്രസ്സുകാരനല്ലെന്നോ ജയറാം രമേശ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പാർട്ടി അച്ചടക്കം എന്നൊന്ന് രാഷ്ട്രീയ പ്രവർത്തകർ പറയാറുണ്ടല്ലോ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെങ്കിൽ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല? അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നൊരഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടിയും പാർട്ടി പ്രവർത്തനം രണ്ടാണെന്ന് പറയുന്ന ആൾ ഇദ്ദേഹം ചെയ്തത് എന്ത് പ്രവർത്തനമാണ് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് പകരം, ഒറ്റപ്പെടുത്തുന്നതിന് പകരം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവിടെയാണ് കോൺഗ്രസിൻ്റെ ഗതികേടും ബലഹീനതയും കൂടുതൽ വ്യക്തമാകുന്നത്. ഒരംഗത്തിനെതിരെ പോലും അച്ചടക്ക നടപടിയെടുക്കാൻ ശക്തിയോ ആർജവുമുള്ളൊരു നേതൃത്വം ഇന്ന് കോൺഗ്രസിനില്ലാതെ പോയി. ഒരാളെപ്പോലും മുഷിപ്പിക്കാൻ അവർക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ പരസ്യമായി നയങ്ങളെ എതിർത്ത ആരെയും കൈകാര്യം ചെയ്യാനോ അച്ചടക്ക നടപടിയെടുക്കാനോ പാർട്ടി തയ്യാറാവുന്നില്ലല്ലോ. മറിച്ച് അവരോട് ഒത്തുചേർന്ന് അവരെ ഒറ്റപ്പെടുത്തി. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു തരൂരിന് വേണമെങ്കിൽ പോകാമെന്ന്. എന്നാൽ കളഞ്ഞൂടെ? സസ്പെൻഡ് ചെയ്തൂടെ? അച്ചടക്ക നടപടിക്ക് നോട്ടീസ് കൊടുത്തൂടെ? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവിടെയാണ് ഞാൻ പറയണത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദയനീയ സ്ഥിതി ആലോചിക്കുമ്പോൾ അവരുടെ ശത്രുക്കൾക്ക് പോലും അവരോട് അനുകമ്പ തോന്നുന്നു. അത്രമാത്രം അതൊരു പാർട്ടി അല്ലാതെ ആയിരിക്കുന്നു, വെറും ആൾക്കൂട്ടമായി അത് പതിച്ചിരിക്കുന്നു. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ അയലത്ത് കൂടെ പോയിട്ടില്ല. അതുകൊണ്ട് ആ പാർട്ടി ശശി തരൂരിനെ പോലൊരു പ്രഗത്ഭനെ ഈ രീതിയിൽ വീക്ഷിച്ചതും കൈകാര്യം ചെയ്യുന്നതും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും അത്ഭുതമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുണ്ടാവുള്ളൂ. കാരണം ഇതാണ് അവരുടെ പാരമ്പര്യം. കഴിവും പ്രാഗൽഭ്യമുള്ള ആളുകളെ അവർക്ക് വേണ്ട. അവർക്ക് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ പാദസേവകരെ മാത്രം മതി. അവർക്ക് മാത്രമേ ആ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. മിസ്സിസ് ചതുർവേദി, ഇപ്പോൾ നമ്മുടെ നയതന്ത്ര സംഘത്തിൽപ്പെട്ട മിസ്സിസ് ചതുർവേദി ശിവസേനയിൽ ചേരുന്നതിന് മുമ്പേ AICC ഓഫീസിലെ ഓഫീസ് സ്റ്റാഫായിരുന്നു. അവരെന്ത് പറഞ്ഞിട്ടാണ് കോൺഗ്രസ്സിൽ പോയത്? കഴിവുള്ള ആളുകളെ ആരും അംഗീകരിക്കാൻ തയ്യാറില്ല, അതുകൊണ്ട് ഞാൻ പാർട്ടി വിടുന്നു. അവർ ശിവസേനയിൽ പോയി ഇപ്പോൾ അതിലുമാണ്. ചുരുക്കത്തിൽ എന്തെങ്കിലും വ്യക്തിത്വമോ പ്രാഗൽഭ്യമോ വിദ്യാഭ്യാസ യോഗ്യതയോ നേതൃപാഠവുമുള്ള ആരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ട. അവരെ വേണ്ടത്
ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലും അവരെ പ്രകീർത്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം പാദസേവകരെയും സ്തുതിപാഠകരും മാത്രമേ കോൺഗ്രസ്സിന് വേണ്ടൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അതിനെ ഒരു പാർട്ടി എന്ന് വിളിക്കാൻ വയ്യ, വെറും ഒരാൾക്കൂട്ടം. Yes. ആ പാർട്ടിയുടെ ഗതികേട് 140 കൊല്ലത്തെ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആ പാർട്ടിയുടെ ഗതികേട് കാണുമ്പോൾ വാസ്തവത്തിൽ ജനങ്ങൾക്ക് സഹതാപം തോന്നുന്നു. യെസ് യെസ് ശ്രീ ബി റജി, ഈ തരൂർ പലപ്പോഴും കോൺഗ്രസിനത്ര രസിക്കാത്ത മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. കേരളത്തിൽ വന്ന് പിണറായിക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ സംസാരിക്കുമെന്ന് എന്ന ആരോപണം നേരിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നല്ല നീക്കങ്ങളെ പ്രശംസിക്കാറുണ്ട്. ശരിക്കും പലപ്പോഴും തോന്നുന്നുണ്ട് തരൂരിന് ശത്രു കോൺഗ്രസ് ആണെന്ന്. ശരിയോ? നോക്കൂ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിന് ഇപ്പോൾ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ചെയർമാൻ പദവി നൽകിയത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ 4 തവണ MP ആയി. ആ MP ആയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിൽക്കുന്നത്. UN അദ്ദേഹം സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിക്കുമ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന് പിന്തുണ നൽകി. ആ ഇൻ്റർനാഷണൽ കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂരിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സംഘടനാ തത്വങ്ങളുണ്ട്, അതിൻ്റെ ഭരണഘടനയുണ്ട്, അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്, അതിനൊരു അച്ചടക്കമുണ്ട്. നമ്മൾ ഒരു രാജ്യമായാലും ഒരു ദേശമായാലും ഒരു വീടായാലും ഒരു പ്രസ്ഥാനമായാലും അതിൽ അതിൽ നിശ്ചയിച്ചിട്ടുള്ള ആ അച്ചടക്കത്തിൻ്റെ അതിർവരമ്പ് പാലിക്കുവാൻ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും അതിൽ അംഗത്വമുള്ളവരും ബാധ്യസ്ഥമല്ലേ? ഇപ്പം നോക്കൂ, ഇപ്പോൾ BJP ആയാലും അതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്ക് കൃത്യവും വ്യക്തവുമായ ഒരു ചട്ടക്കൂടുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്ക് വിധേയമായിട്ടാണ് അതിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അണികൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ആ പ്രസ്ഥാനത്തിന് മുകളിലേക്ക് വളരുന്ന ഒരു പ്രവണത അല്ല കാട്ടേണ്ടത്. മറിച്ച് ആ നേതൃത്വത്തിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഔന്നത്യവും തങ്ങളുടെ ആ ഒരു വളരാൻ കഴിയുന്നത്ര വളരുവാനുള്ള അവസരം മുതലെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂർ വിദേശകാര്യത്തിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും എല്ലാം ഇന്ത്യക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിനും അത് വിട്ടു നൽകുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മടിയുമില്ല. ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ എടുത്തിരിക്കുന്ന ഡെലിഗേഷന് സമ്പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അല്ല, അതിൽ ആണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാന ഭരണകക്ഷിയായ BJP സങ്കുചിതമായ രാഷ്ട്രീയം അവിടെ സ്വീകരിച്ചു. നമ്മൾ എന്തിനാണ് വിദേശത്തേക്ക് നമ്മൾ ഡെലിഗേറ്റ്സിനെ അയക്കുന്നത്? അതായത് ഇന്ത്യക്കു നേരെ ഒരു ഭീകരാക്രമണം നടത്തിയപ്പോൾ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഒറ്റക്കെട്ടായി അതിശക്തമായി അതിനെ എതിർക്കുന്നു എന്ന സന്ദേശം ലോകരാജ്യങ്ങൾക്ക് പകർന്നു നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പകർന്നു നൽകുന്ന ആ സന്ദേശത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ്, ഇന്ത്യ ഒന്നാണ് എന്ന സന്ദേശമാണ് നമ്മൾ പകർന്നു നൽകേണ്ടത്. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിലെ കക്ഷികളാണ് ഇവിടെ രാജ്യഭരണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നേതാക്കളുമായി ഗവൺമെൻറ് ബന്ധപ്പെടുകയും അതിനനുസരിച്ച് അതാത് പാർട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിശാലമായ ഒരു രീതിയായിരുന്നു BJP സ്വീകരിക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഏകപക്ഷീയമായി ഏതെങ്കിലും നേതാക്കളുമായി മുൻകൂർ ഒരു ധാരണ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണ പരിപാടിയിലേക്ക് പോവുകയോ ചെയ്യാതെ ജനാധിപത്യ രീതിയിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന നൽകി രാജ്യം ഒറ്റക്കെട്ടാണ്, രാജ്യത്തിലെ എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം ലോകത്തിന് പകർന്നു നൽകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു BJP എടുക്കേണ്ടിയിരുന്നത്. മറിച്ച് ഇവിടെ ഇവിടെ വിവാദം പാർട്ടിയും കേന്ദ്ര സർക്കാരും തമ്മിലാണ്. എനിക്ക് പ്രധാനം രാഷ്ട്രമാണ് എന്ന് തരൂർ പറയുമ്പോൾ അതാരെയാണ് ഉന്നം വയ്ക്കുന്നത്? നോക്കൂ, എനിക്ക് പ്രധാനം രാഷ്ട്രമാണെന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടാണോ ഇത് പറയുന്നത്?
140 വർഷത്തെ ചരിത്രമുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, ഇന്ത്യക്ക് ഭരണഘടന നേടിത്തന്ന, ഇന്ത്യക്ക് സോഷ്യൽ എന്താണ് നമ്മുടെ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന, ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിനോടാണോ രാഷ്ട്രമാണ് ദേശീയതയാണ് വളരെ വളരെ വലുതെന്ന് 17 വർഷത്തെ മാത്രം അനുഭവ പരിജ്ഞാനമുള്ള പാർട്ടിയിൽ അനുഭവ പരിജ്ഞാനമുള്ള ഒരു വ്യക്തി ഉപദേശിക്കുകയാണോ? എന്ത് രസമാണ് ഇത് കേൾക്കാൻ. നോക്കൂ, ഇന്ത്യയുടെ ദേശീയതയിലും ഇന്ത്യയുടെ താല്പര്യത്തിലും ഇന്ത്യയുടെ അഖണ്ഡതയിലും ഇന്ത്യക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്ന ഇന്ത്യയിലെ പാർട്ടി ഏതാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലേ? ആ ഇന്റർനാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുകയും തരൂർ ആഗ്രഹിക്കുന്നുണ്ടോ ഇത്തരം പ്രകോപനങ്ങളിലൂടെയെങ്കിലും തനിക്കെതിരെ അച്ചടക്ക നടപടി കോൺഗ്രസ് സ്വീകരിക്കണമെന്ന്? ശ്രീ കൃഷ്ണരാജ്, ധൈര്യമുണ്ടെങ്കിൽ അച്ചടക്ക നടപടി എടുത്തുകൊള്ളട്ടെ എന്ന രീതിയിൽ തന്നെയാണ് കുറച്ചു കാലമായി തരൂർ മുന്നോട്ട് പോകുന്നത്. അത് ആ ഒരു ബോഡി ലാംഗ്വേജിലും ഭാഷാ പ്രയോഗത്തിലും ശൈലിയിലും എല്ലാം തന്നെ അത് വ്യക്തമാണ്. കോൺഗ്രസിനിപ്പോൾ വേണ്ടണം എന്ന ഒരു നിലപാടാണ്. അത് വേണം, വേണ്ട, വേണ്ട, വേണം. ആ രീതിയിൽ തരൂരിനെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. ഒരുപിടി നേതാക്കൾ ഒരു പക്ഷേ ഈ അവസരത്തിൽ വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. തരൂരിനൊരു ഗ്രൂപ്പുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മുൻപ് ഉയർന്നു വന്ന G23 എക്സസൈസൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തലയെടുപ്പുള്ള 23 നേതാക്കളാണ്. അവരിൽ പലരും പല സമയങ്ങളിലായി കോൺഗ്രസ് വിട്ടുപോയി. തരൂർ അവിടെ ഉറച്ചു നിന്നു. കാരണം തരൂർ തിരുവനന്തപുരം പോലെയുള്ളൊരു മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ, കോൺഗ്രസിനെ നിലനിർത്തണമെങ്കിൽ തരൂർ അനിവാര്യനാണ് എന്ന ഒരു യുക്തി അത് കോൺഗ്രസിന് വേണ്ട എന്ന് പറയാനാവില്ല. അതുമാത്രമല്ല, കോൺഗ്രസിന് ദേശീയ തലത്തിൽ ക്രെഡിബിലിറ്റി ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതുപോലെയുള്ള അറിയപ്പെടുന്ന മുഖങ്ങൾ, ചിന്തകന്മാർ, അവരൊക്കെ കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അവരുടെ ആശയാഭിലാഷം കൂടി നോക്കേണ്ടി വരും. നോക്കൂ, മുൻ രാഷ്ട്രപതി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏക രാഷ്ട്രപതി ആയിരുന്ന ആൾ, അദ്ദേഹം ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് നാരായണൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പിൽ സംവരണ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നു. അവിടെ അദ്ദേഹത്തിന് പടിപടിയായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ, കോൺഗ്രസ് രാഷ്ട്രീയം അദ്ദേഹം ഉപയോഗിച്ചില്ല, പക്ഷേ സംഘടന മാന്യമായ ചില സ്ഥാനം നൽകി അദ്ദേഹത്തിന് രാഷ്ട്രപതി പദവി വരെ എത്തി നിൽക്കാൻ സഹായിച്ചു. അതിനുള്ള പ്രധാന കാരണം ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിനെ അദ്ദേഹം എതിർത്തില്ല. ഒരു രീതിയിലും കോൺഗ്രസിനേക്കാൾ തലപ്പൊക്കത്തിൽ അദ്ദേഹം വളർന്നില്ല. ആ രീതിയിൽ തന്നെ നിന്നു. പക്ഷേ നേരത്തെ ഇവിടെ ശ്രീ B. ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച 2-3 പേരുകളുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പിതാവ് ജവഹർലാൽ നെഹ്റു, അവരൊക്കെ ഒരു വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ മേൽ വലിയ മരമായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് താഴെ സർദാർ പട്ടേലാകട്ടെ, അല്ലെങ്കിൽ സാക്ഷാൽ നരസിംഹറാവു ആകട്ടെ, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അതിനുശേഷമോ ഒന്നും തന്നെ ഈ ലെഗസികൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. നോക്കൂ, ഈ സർദാർ വല്ലഭായ് പട്ടേൽ, നേരത്തെ അത് ഞാൻ ശ്രീ B. ഗോപാലകൃഷ്ണനോട് എനിക്ക് യോജിക്കാൻ തീർച്ചയായിട്ടും കഴിയും. കാരണം നെഹ്റുവിൻ്റെ ഒരു പോളിസിയാണ് മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായി ശ്രമിച്ചത്. ഉരുക്കു മനുഷ്യൻ എന്ന് പിൽക്കാലത്ത് പേര് വീണ സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ പട്ടേലിൻ്റെ ലെഗസിയെ കോൺഗ്രസ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല, വിസ്മൃതിയിലാണ്ടുപോയി. ഭാരതീയ ജനതാ പാർട്ടിയാണ് പട്ടേലിന് ഒരു വലിയ രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇന്ത്യക്ക് ചെയ്ത വലിയ സംഭാവനകൾ വലിയ ഉച്ചത്തിൽ സംസാരിച്ചത് കോൺഗ്രസ് അല്ല, വളരെ വൈകി സർദാർ പട്ടേലിനെ കുറിച്ച് സംസാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പം നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നെഹ്റുവിൻ്റെ സ്വന്തം നാടാണ് കാശ്മീർ എന്ന് ഓർക്കണം. പിതാക്കന്മാർ കടന്നു വന്ന ആ മണ്ണ്, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് പൂർണ്ണാർത്ഥത്തിൽ അത് നെഹ്റുവിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താനാവില്ല. അന്നത്തെ സാഹചര്യത്തിൽ നെഹ്റു എന്ന ഇൻ്റർനാഷണലിസ്റ്റ് വിശ്വസിച്ചു, UN ഘടനയെ വിശ്വസിച്ചു, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കും എന്ന് വിശ്വസിച്ചു. പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിൽ അത്യാവശ്യം വേണ്ട ഒരു ചെറിയ സംശയം, അതൊന്നും തന്നെ നെഹ്റു എന്ന ആ കാര്യത്തിൽ നെഹ്റു ശുദ്ധഗതിക്കാരനായിരുന്നു എന്ന് പറയും. അതിന് രാജ്യം വലിയ വില കൊടുക്കേണ്ടി വന്നു. പാക് അധിനിവേശ കാശ്മീർ അങ്ങനെയാണല്ലോ ഉണ്ടായത്. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു. അത് കാശ്മീർ വിട്ടുകൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. ലൈൻ ഓഫ് കൺട്രോൾ ആ രീതിയിൽ അംഗീകരിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പിന്നീട് വരുന്ന 1971 ബംഗ്ലാദേശ് യുദ്ധം, അതിനുശേഷം അതും ശരിയാണ്, ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ കണക്കുകൾ ശരിയാണ്. 93,000-ഓളം പാകിസ്ഥാൻ സൈനികരെ
ഇന്ത്യ നിരുപാധികം വിട്ടയക്കുകയാണ്. അതിന് പകരമായി ഏതാനും 100-ൽ താഴെ വരുന്ന ഇന്ത്യൻ സൈനികർ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ വിലപേശി തിരിച്ചു വാങ്ങാൻ കഴിയാതിരുന്നത് ന്യൂനതയാണ്. പക്ഷേ ബംഗ്ലാദേശ് യുദ്ധത്തിൽ നേടിയ ഉജ്ജ്വലമായ വിജയം ഇന്ദിരാഗാന്ധിയെ വ്യക്തമായ ഒരു രാഷ്ട്രീയ മേധാവിത്വത്തിലേക്ക് കൂടി നയിച്ചു എന്നോർക്കണം. പക്ഷേ എൻ്റെ പ്രധാന ചോദ്യം അതൊന്നുമല്ല. ഇവിടെ ഇന്ദിരാഗാന്ധിക്കോ നെഹ്റുവിനോ ബദലായി കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്ന നേതാക്കളുടെ പിൻകാലത്തെ അവസ്ഥ എന്താണ്? കെ ആർ നാരായണൻ്റെ കാര്യം പറഞ്ഞു. ആർക്കും ബദലായി ഉയർന്നു വന്ന ആളല്ല, നിർദോഷിയായ ആളാണ്, സർവ്വസമ്മതനായ ആളാണ്, സ്വീകാര്യനായ ആളാണ്. അദ്ദേഹം പ്രസിഡന്റ് പദവി വരെ ഉയർന്നു. അതേസമയം തരൂർ അങ്ങനെയല്ല. തരൂർ സ്വല്പം വോക്കലാണ്. തരൂർ ജെനുവിൻ ഗ്ലോബൽ ആണ്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ചില ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പറയാൻ തയ്യാറല്ല അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിലനിർത്താൻ ബുദ്ധിമുട്ടുന്ന കോൺഗ്രസ്, അദ്ദേഹത്തെ തല്ലിപ്പറഞ്ഞ് വിടാനും ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇടം തരൂർ മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വവുമായി എങ്ങനെ ഡീൽ ചെയ്ത് പോകാം. അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തും, പ്രധാനപ്പെട്ട എല്ലായിടത്തും കൊള്ളുന്ന പ്രസ്താവന. എന്നിട്ട് ഹി വിൽ ഫെയിൻ ഇഗ്നറൻസ്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു, അതെൻ്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കോൺഗ്രസ് ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി വലിയ രീതിയിൽ അധ്വാനിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് തരൂറിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഹാൻഡ് പിക്ഡ് മുഖമായി തരൂർ വരികയാണ്. ആ കാര്യം മനസ്സില്ലാ മനസ്സോടെ വൈകിയെങ്കിലും കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തരൂർ ലൈനിന്റെ വിജയം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് പട്ടികയിലില്ലാത്ത തരൂരിനെ ഉൾപ്പെടുത്തുന്നു, വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നു. കേന്ദ്ര സർക്കാർ ഉന്നം വയ്ക്കുന്നത് എന്ത്? അഥവാ BJPയുടെ രാഷ്ട്രീയ തന്ത്രം? ഇവിടെ രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് പ്രധാനം. രാഷ്ട്രീയത്തിനപ്പുറത്താണ് രാഷ്ട്രം. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യമാണ്. നാഷൻ ഫസ്റ്റ്, ദെൻ ഓൺലി പൊളിറ്റിക്സ് ആൻഡ് റിലിജൻ. രാഷ്ട്രത്തെ പരമപ്രധാനമായി കാണുമ്പോൾ എതിരാളികൾ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെക്കാൾ മെച്ചപ്പെട്ടവരാണെങ്കിൽ പോലും അവരെ സ്വീകരിക്കണം. മെച്ചപ്പെട്ടവരല്ലെങ്കിലും സ്വീകരിക്കണം. അവരെ മുൻനിർത്തിക്കൊണ്ട് ഭാരതം ഒന്നാണ്, ഒരു രാഷ്ട്രമാണ്, ഒരു ചിന്തയാണ്, ഒരു തോന്നലാണ്, ഒരു ബോധമാണ്, ഒരു ശക്തിയാണ് എന്ന് ലോകസമക്ഷം കാണിക്കണം. ഭാരതത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ പാകിസ്ഥാനോ ഭീകരപ്രസ്ഥാനം നിറഞ്ഞ സ്ഥലമാണ്, ഭീകരതയുടെ നാടാണ്, ക്രൂരന്മാരുടെ നാടാണ്, ജനാധിപത്യമില്ലാത്ത നാടാണ്. ലോകസമക്ഷം ഭീകരരുടെ ഉത്ഭവം പാകിസ്ഥാനാണ് എന്ന് തെളിയിക്കണം. അപ്പം ഭാരതം ഒരു ശക്തിയാണ്, ഒറ്റക്കെട്ടാണെന്ന് ചിന്തിക്കണം. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ കഴിവുള്ളവരെ കൊണ്ടുവരണം. ആ രീതിയിലാണ് ശശി തരൂരിനെ സ്വീകരിച്ചത്. ശശി തരൂരിനെ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന രാഷ്ട്രീയം, ശശി തരൂരിനെ ഒഴിവാക്കിയ രാഷ്ട്രീയം, ഒഴിവാക്കിയ പോലും പരസ്യമായി വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയം കാണിച്ചത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസിൻ്റെ താല്പര്യം ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ റെജി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹം സംസാരിച്ചത് എന്താ? ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് ചിന്തിക്കണം. ആദ്യം ജനാധിപത്യം നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാവണം. ഒരു ജനാധിപത്യ ബോധമുള്ളത് കൊണ്ടാണ് 7 കമ്മിറ്റി എടുത്തിട്ട് ആ 7 കമ്മിറ്റിയിൽ, നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ആ 7 കമ്മിറ്റിയിൽ 2 കമ്മിറ്റിയാണ് BJP, ബാക്കി 5 കമ്മിറ്റി. അതിൽ 3 പ്രതിപക്ഷ പാർട്ടിക്ക്, 2 BJPയുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികൾക്ക്, 2 BJP ഏറ്റെടുത്തത്. അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ വരാൻ പാടില്ല. ശശി തരൂര് വരാൻ പാടില്ല എന്നത് കോൺഗ്രസിൻ്റെ താല്പര്യമാണ്. ശശി തരൂരിനെതിരായിട്ടുള്ള വിമർശനം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. എന്ത് ജനാധിപത്യം നിങ്ങളുടെ ഈ കോൺഗ്രസിൽ തുടക്കം മുതൽ ജനാധിപത്യം ഉണ്ടോ? ഞാൻ ജനാധിപത്യത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഈ നെഹ്റു കുടുംബത്തിന് പാദസേവ ചെയ്യാത്തവരെ കോൺഗ്രസ് പുറത്താക്കിയതിൻ്റെ ഒരു 10 പേരുടെ ലിസ്റ്റ് വായിക്കാം. വെറും ചുരുങ്ങിയ 10 പേരുടെ. നിങ്ങൾ ഒന്നാമത്തെ ആള് പട്ടേൽ,
പട്ടേലിനെ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടിയത്? പട്ടേലിനെ എങ്ങനെയാണ് നെഹ്റു ക്രൂശിച്ചത് എന്നുള്ളത് പട്ടേലിൻ്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം. രണ്ടാമത് പട്ടേലിന് മുമ്പായിട്ട് സുഭാഷ് ചന്ദ്രബോസ്, ആദ്യം സുഭാഷ് ചന്ദ്രബോസാണ്. അതാണ് രാംകുമാർ സാറ് പറഞ്ഞത്. ആ സുഭാഷ് ചന്ദ്രബോസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരല്ലേ കോൺഗ്രസ്? പിന്നെ പട്ടേലിനോട് അതേ സമീപനം സ്വീകരിച്ചില്ലേ? ലോഹിയോട്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല തത്വചിന്തകനായ സോഷ്യലിസ്റ്റ് ചിന്തകനായ ലോഹിയ, പട്ടേലും ഗാന്ധിയും നെഹ്റുവും ലോഹിയും ഒരുമിച്ച് സമയപരിമിതിയുണ്ട്, ഞാൻ ഇടപെടുന്നു. ഇനി രണ്ടുപേരോടും രണ്ട് ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് 30 സെക്കൻഡിൽ താഴെ മാത്രം ഉത്തരം. ശ്രീ ബീറജി, നോക്കൂ, BJP-യുടേത് രാഷ്ട്രീയ തന്ത്രമാണെന്നോ സങ്കുചിത മനസ്സാണെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ കോൺഗ്രസ് ഇങ്ങനെയൊരു സാഹചര്യത്തെ, ഇങ്ങനെയൊരു വിഷയത്തെ മനസ്സിലാക്കാതെയാണോ കൈകാര്യം ചെയ്തത്? വളരെ പെട്ടെന്ന് നോക്കൂ, ഒരിക്കലുമല്ല. ഈ ബഹുമാന്യനായ ശശി തരൂരിന്റെ സേവനം രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ കോൺഗ്രസിന് ഒരു പ്രതിഷേധവുമില്ല. കോൺഗ്രസ് സർവാത്മന അതിനെ അംഗീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും നിരുപാധികമായ പിന്തുണ ആദ്യം തന്നെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ കക്ഷിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. പക്ഷേ ഇവിടെ BJP ആണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. നോക്കൂ, കഴിഞ്ഞ നവംബർ മാസം മഹാരാഷ്ട്രയിൽ 40 പേർക്കെതിരെയാണ് BJP നടപടി സ്വീകരിച്ചത്, അല്ലേ? 40 പേരെ, അതായത് പാർട്ടിയുടെ അച്ചടക്കം ചർച്ച അവസാനിപ്പിക്കണം. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ തരൂരിന് മുന്നിൽ വഴി എന്ത് എന്നല്ല എന്റെ ചോദ്യം. തരൂർ മുന്നിൽ കാണുന്ന വഴി എന്താണ്? ഗവർണറായിരുന്ന, ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്, ഡോക്ടർ മോഹൻ വർഗീസ്, നിങ്ങൾ സത്യപാൽ മാലിക്കിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്നുണ്ടോ? ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിന്റെ നിലപാടുകളെ നിങ്ങൾ അംഗീകരിക്കുന്നു? പറഞ്ഞോളൂ. തരൂർ മുന്നിൽ കാണുന്ന വഴി ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുന്നിൽ കാണുന്ന വഴി തന്നെയാണ്. അതായത് there is a new normal. പുതിയ ഒരു വിദേശ നയം, പുതിയ ആലക്കം പിടിയും വന്നിരിക്കുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിന്. അതുകൊണ്ട് തീവ്രവാദത്തോടുള്ള നമ്മുടെ നിലപാടിന് മാറ്റം വന്നിരിക്കുന്നു. ഒരു സ്റ്റേറ്റ് ആക്ടർ ഇൻവോൾവ് ആണ്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ് എന്നിനി പറഞ്ഞിട്ട് കാര്യമില്ല, അടിക്ക് തിരിച്ചടി നൽകും. ഇത് വ്യക്തമായി ലോകത്തെ ബോധിപ്പിക്കുക. അതിന് ഉചിതമായ നയതന്ത്ര നീക്കം എന്ന നിലയിലാണ്, തന്ത്രപരമായ നീക്കം എന്ന നിലയിലാണ് ഈ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും ഉചിതരായ ആളുകളെ വേണം. ഇവിടെ ചക്കളത്തെ പോരാട്ടം നടത്തി നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ഞാനാണോ നീയാണോ വലുത് എന്ന രീതിയിൽ ചക്കളത്തെ പോരാട്ടത്തിലൂടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ട കാര്യമല്ല. ദ വേൾഡ് കമ്മ്യൂണിറ്റി ഈസ് വാച്ചിങ് ഇന്ത്യ. അതുകൊണ്ട് വി ഹാവ് ടു പുട്ട് എ ബ്രേവ് ഫേസ്. അതുകൊണ്ടാണ് യാതൊരു തർക്കവും ഇല്ലാതെ സെലക്ഷൻ പ്രോസസ് പൂർത്തിയാക്കാമായിരുന്നത്. ഈ രൂപത്തിൽ എത്തിച്ചിട്ട് ജയറാം രമേശിനെ പോലൊരു നേതാവ് തരൂരിന് നേരെ കൃത്യമായി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, അതായത് കോൺഗ്രസ് ഒരു വലിയ പുഴയാണ്, അതിന് കൈവഴികൾ ഉണ്ടാകാം, അതിൽ ചിലത് മലിനമാകാം എന്ന് അങ്ങനെ ശശി തരൂരിനെ ചൂണ്ടി ഉറച്ചു വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ എന്താണ് ലക്ഷ്യം? ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് ഓപ്പറേഷൻ തരൂരോ? BJP ആഗ്രഹിക്കുന്നതും അതോ? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് K. രാംകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ബി. റജി ചർച്ചയിൽ പങ്കുചേർന്നതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.